അരുൺ അമർനാഥ് കൂടി നമുക്കൊപ്പം. അരുൺ, ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ സുപ്രധാനമായ നേതൃയോഗം ചേരാൻ പോവുകയാണ്. ഹൈക്കമാൻഡും ലീഗ് നേതൃത്വമായുള്ള ആശയവിനിമയം എങ്ങനെയാണ്? വി.ഡി. സതീശൻ എന്ന ഒറ്റപ്പേരിൽ ഉറച്ചു നിൽക്കുകയാണോ, അതോ ഒരു സമവായം നിലയിൽ രമേശിനെ വന്നാലും കുഴപ്പമില്ല എന്ന സ്ഥിതിയുണ്ടോ? ഏത് നിലയിൽ ആശയവിനിമയം നടത്തി ലീഗ് നേതൃത്വം? എന്താണ് ലീഗ് നേതാക്കൾ പറയുന്നത്? രതീഷ്, അഭിലാഷ്, ഇനിയെങ്കിലും ഒന്ന് പറയൂ പ്ലീസ് എന്ന് പറയുന്ന രീതിയിലാണ് ലീഗിന്റെ ഒരവസ്ഥ എന്നുള്ളതാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് ശേഷം യോഗം ചേരുമെന്നായിരുന്നു ലീഗ് പറഞ്ഞത്. പക്ഷേ ഇനിയും ഇത്തരത്തിൽ ഇത് ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ വലിയ രീതിയിലൊരു വൈകാരിക പ്രകടനമൊക്കെ ലീഗിന്റെ MLA-മാരൊക്കെ ഉൾപ്പെടെ നടത്തുന്നു. അത്തരത്തിലൊരു ആശങ്കയും അതൃപ്തിയുമുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ലീഗിന്റെ സ്റ്റാൻഡ് എന്തായിരിക്കണം എന്നുള്ളതിലെ ഒരു അന്തിമ തീരുമാനത്തിനായി ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. ഇനി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ലീഗിന്റെ നിലപാട്, എങ്ങനെയായിരിക്കണം ലീഗിന്റെ പ്രതികരണം എന്ന് നേരത്തെ ഒരു ഫേം സ്റ്റാൻഡ് ഉണ്ടായ ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. AICC നിരീക്ഷകരെയും അവരുടെ തീരുമാനം അറിയിച്ചതാണ്. അതിനനുസരിച്ച് തന്നെയുള്ള ഒരു പ്രതികരണം ഞങ്ങളെയും അറിയിക്കണം എന്നുള്ളതും ലീഗ് ആവശ്യപ്പെട്ട് അത് മാധ്യമങ്ങൾക്ക് മുന്നിലും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. ആ ഘട്ടത്തിലാണ് ഇനിയും ടെസ്റ്റുകൾ ബാക്കിയുണ്ടോ എന്ന തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇന്നലെ രാത്രി സോണിയാഗാന്ധി സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ ഫോണിൽ വിളിച്ചു ലീഗിന്റെ അഭിപ്രായം അന്വേഷിച്ചു എന്നുള്ളത് തന്നെയാണ്. ലീഗ് ജനവിധി മാനിക്കണം, വി.ഡി. സതീശന്റെ പേര് തന്നെ മുന്നോട്ട് വെച്ചു എന്നുള്ള വിവരം തന്നെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് അവസാന ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നു എന്ന ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി അവിടെ വരാനുണ്ട് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് എന്നുള്ളത് തന്നെയാണ്. അവസാന നിമിഷ ട്വിസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നത്. ലീഗ് തുടക്കത്തിലെ ഒരു അഭിപ്രായം പറഞ്ഞു, അതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഇനി മറിച്ചാണ് ഒരു അഭിപ്രായമെങ്കിൽ അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ടായിരിക്കണം, പലതരത്തിലുള്ള കഥകൾ രാഷ്ട്രീയ ഉപശാലകളിൽ ഉണ്ടായിരുന്നു. KC വേണുഗോപാലാണ് ഹൈക്കമാൻഡിന്റെ ചോയ്സ് എങ്കിൽ ലീഗ് ഇടയും മന്ത്രിസഭയ്ക്ക് കുറച്ചുകാലം പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നത് പോലും ലീഗ് ആലോചിക്കുമെന്നൊക്കെയുള്ള കഥകൾ ആരും പറഞ്ഞതോ അല്ലെങ്കിൽ ആരും കൺഫേം ചെയ്തതോ ഒന്നുമല്ല. രാഷ്ട്രീയ ഉപശാലകളിൽ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ അണികളുടെ വികാരം വളരെ പ്രധാനമാണ്. ലീഗിന്റെ അണികൾ നമുക്കറിയാം ഏത് നിലപാടിലാണ് എന്നുള്ളത്. അപ്പോൾ മറിച്ചാണ് ഒരു തീരുമാനം വരുന്നതെങ്കിൽ, ലീഗിന്റെ താല്പര്യപ്രകാരം ഉള്ള തീരുമാനമല്ല വരുന്നതെങ്കിൽ ലീഗിന്റെ റിയാക്ഷൻ എങ്ങനെ പ്രതീക്ഷിക്കണം? അതുകൊണ്ട് തന്നെയാണ് ലീഗ് കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചത്. ഇനി മറിച്ചാണ് തീരുമാനമെങ്കിൽ, ഒരു പക്ഷേ KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതൊരു സമവായത്തിൽ എത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. ഒരു അപസ്വരം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊരു കർശനമായ ഒരു നിർദ്ദേശമായി തന്നെ ലീഗ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അണികളുടെ വികാരം വളരെ പ്രധാനപ്പെട്ടാണ്. ലീഗ് അണികൾ ഇപ്പോഴേ അസ്വസ്ഥരാണ്. കാരണം ഒരു പടക്കം പോലും പൊട്ടിക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ വളരെ വൈകാരികമായ അവരുടെ MLA-മാർ തന്നെ നമ്മുടെ മൈക്കിന് മുന്നിലൊക്കെ വന്ന് പ്രതികരിക്കുന്ന സ്ഥിതി കൂടിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അതൊരു സമവായത്തിലെത്തിയ തീരുമാനമായിരിക്കണം. ഇനി അത്തരത്തിലൊരു അതൃപ്തി പുകയുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കോൺഗ്രസിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ലീഗ് തുടക്കം മുതലേ നിൽക്കുന്ന ഉറച്ച നിലപാട് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ധാർമ്മികമായ അതിനുശേഷം പെട്ടെന്ന് യോഗം ചേർന്ന് മറ്റു കാര്യങ്ങളിലേക്ക്, സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നായിരുന്നു ലീഗിന്റെ ആകെ ഒരു വികാരം. പക്ഷേ ഇപ്പോൾ വൈകി പോകുന്ന സാഹചര്യത്തിലാണല്ലോ ഇന്നിപ്പോൾ അടിയന്തരമായ നേതൃയോഗം വിളിച്ചത്. മന്ത്രിമാരുടെ കാര്യത്തിൽ നേരത്തെ ലീഗുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ സാധ്യതാ പട്ടിക ജനം ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കുന്ന വലിയ അസാധാരണമായ സാഹചര്യത്തിൽ, സാധാരണ അതായത് പാർട്ടികളാണല്ലോ മന്ത്രിസഭ ഇപ്പോൾ ജനം രൂപീകരിക്കുന്ന മന്ത്രിസഭ, ഓരോ ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാരെന്നതിന്റെ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. ഈ ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇനി ജനത്തിന് വിട്ടുകൊടുക്കാതെ ഇന്ന് ലീഗ് അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമോ? ആരെല്ലാം മന്ത്രിമാർ എന്ന കാര്യത്തിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് തന്നെയാണ് മന്ത്രിസഭാ ചർച്ചകളും മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകളും. അതിൽ പക്ഷേ ഏറ്റവും പ്രധാനം ആദ്യം ഏതൊക്കെ വകുപ്പുകളാണെന്ന് അറിയണം, എത്ര മന്ത്രി കസേരകൾ ഉണ്ടെന്ന് അറിയണം. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കടക്കണമെങ്കിലും നമ്മൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി ചർച്ചകളിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോലും കടക്കാനാകൂ എന്നുള്ളത് തന്നെയാണ്. അതിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അതൃപ്തിയുള്ളത്. ഇത് ഇങ്ങനെ നീളുന്നതുകൊണ്ട് പലതായുള്ള ആശങ്കകളുണ്ട്. എങ്കിലും ലീഗിനെ സംബന്ധിച്ച് ഒരു ചിത്രം ഉണ്ട് എന്നുള്ളതാണ്. സാദിഖ് അലി തങ്ങളുടെ മനസ്സിലും അതുണ്ട്. ഏകദേശം പ്രാരംഭ ചർച്ചകളും വന്ന് നടന്നിട്ടുണ്ട്. ഔദ്യോഗിക ചർച്ച ഒരുപക്ഷെ ഇന്ന് അത് ആദ്യത്തെ ചർച്ചയായിരിക്കും. ഔദ്യോഗികമായി തന്നെ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി അതിലുണ്ടാകും എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടിയും AN ഷംസുദ്ദീനുമാണ് ഏകദേശം ഉറപ്പിച്ച പേരുകളെന്നാണ് നമ്മൾ അറിയുന്നത്. അതിലും അപ്പുറത്തേക്ക് KM ഷാജിയോ PK ബഷീറോ, മലപ്പുറത്ത് നിന്ന് ആര്, ഒപ്പം തന്നെ കാസർഗോഡ് നിന്ന് AKM അഷ്റഫിനെ പരിഗണിക്കുമോ, കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയെ പരിഗണിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ച് വലിയ അത്തരത്തിൽ ആശയക്കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ അത് തന്നെ കോൺഗ്രസിൽ നിന്ന് കിട്ടേണ്ട ചില വ്യക്തതകളുണ്ട്. അതിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ ലീഗിനെ തുടർ നടപടികളിലേക്കൊക്കെ കടക്കാൻ പറ്റൂ.